വാർത്തകൾ വിശദമായി. വിവാദമായ ദ കേരള സ്റ്റോറി 2 സിനിമയ്ക്ക് നൽകിയ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. കണ്ണൂർ സ്വദേശി ശ്രീദേവ് നമ്പൂതിരിയാണ് ഹർജിക്കാരൻ. കേരളം വർഗീയതയുടെയും മതപരിവർത്തനത്തിന്റെയും നാടായി ചിത്രീകരിക്കാനാണ് സിനിമ ശ്രമിക്കുന്നതെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. ഇന്നലെ ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് സിനിമയ്ക്ക് കേരളത്തിന്റെ പേരാണ് എന്നതുകൊണ്ട് ഹർജിക്കാരുടെ ആശങ്കകൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. സിനിമയുടെ ഉള്ളടക്കം എന്തെന്നറിയാൻ ഇന്ന് സിനിമ കാണാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആന്റണി ഡിസ്ചാർജ് ചേരുന്നു. ആന്റണി, ഇന്നാണ് ഹൈക്കോടതി ചിത്രം കാണുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഹൈക്കോടതി ഈ ഒരു വിഷയം പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സിനിമയുടെ സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കണം, സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുത് എന്നുള്ളതാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നലെ ഇത് കോടതി പരിഗണിച്ചിരുന്നു. ആ ഘട്ടത്തിൽ കോടതി വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, കാരണം ഇത് കേരളത്തിൻ്റെ പേരുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്ക ഇക്കാര്യത്തിൽ കണ്ടില്ല എന്ന് നടിക്കാനായി കോടതിക്ക് കഴിയില്ല. അത്തരത്തിൽ ജനങ്ങൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കോടതിക്ക് കഴിയില്ല എന്നുള്ള കാര്യം ഇന്നലെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ സിനിമ കണ്ടേക്കും എന്നുള്ള വിവരങ്ങളൊക്കെ കോടതി പറയുകയും ചെയ്തിരുന്നു. സിനിമ ഈ പരിഗണിക്കുന്ന ജഡ്ജി തന്നെ കാണും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും കോടതി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഈ ജനങ്ങളുടെ ആശങ്ക കാണാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഈ സിനിമയുടെ ടീസറും ട്രെയിലറും നീക്കം ചെയ്യണമെന്നടക്കം കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് ആ ഹർജി വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അടക്കം നിലപാട് അറിയിക്കുകയും ചെയ്യും. വിശദമായൊരു വാദം കേൾക്കണം എന്നൊരാവശ്യമാണ് ഇക്കാര്യത്തിൽ സിനിമയുടെ നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ കണ്ണൂർ സ്വദേശിയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഹർജി നൽകിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ കേരളത്തിൻ്റെ യാഥാർത്ഥ്യ ജീവിതവുമായി അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സിനിമയാണ്. കേരളത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നു, ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് നിറച്ച ഒരു സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സിനിമയുടെ പ്രമോഷൻ പരിപാടിയിലൊക്കെ ഈ ഇതര സംസ്ഥാന ആളുകളെ കൊണ്ടുവന്ന് അവർ മലയാളികളാണ്, അവരിതിൻ്റെ അനുഭവസ്ഥരാണെന്നുള്ള തരത്തിൽ ഉള്ള പ്രചരണമൊക്കെ ഈ സിനിമയുടെ സംഘാടകർ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സിനിമയ്ക്കെതിരെ കേരളത്തിൽ ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് കോടതി തന്നെ പറഞ്ഞത്, ഇങ്ങനെ കേരളത്തിൻ്റെ പേരുള്ളൊരു സിനിമയിൽ ജനങ്ങളുടെ ആശങ്ക കാണാതെ പോകാൻ കഴിയില്ല, അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയത്. ഒരുപക്ഷെ ഇന്ന് സിനിമ കോടതി കാണുമെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള സൗകര്യമടക്കം കോടതിക്ക് ഒരുക്കി നൽകേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾ ഇന്ന് നിലപാട് അറിയിക്കും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ കോടതി സിനിമ കാണുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വീണ്ടും വരികയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അടക്കം നിലപാട് അറിയിക്കുകയും ചെയ്യും. കോടതിയുടെ നിലപാട് ഇന്നും എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരിക്കും.